അടുത്തൊന്ന് കൊന്നുകളെ ഞാൻ. നീയൊക്കെ കൂടി മാധവട്ടാ, 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 അച്ഛാ, മാധവട്ടാ, മാധവട്ടാ, അയ്യോ അച്ഛാ, അയ്യോ ചോര, മര്യാദ കേൾക്കണോ അവിടെ? അച്ഛാ, മാധവട്ടാ, മാധവട്ടാ, അവരൊന്നും ചെയ്യല്ലേ, അവരൊന്നും ചെയ്യല്ലേ, നന്നാ ഓടി രക്ഷപ്പെട്, ഓടാൻ. മാധവട്ടാ, 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 അതെ ഒന്ന് വരുമോ, ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം പ്ലീസ്. എടുത്ത് വണ്ടി കയറ്റ്, മെനക്കെടുത്താൻ ഓരോന്ന് വന്ന് കേറിക്കോളും. ഇതെങ്ങനെയാ സംഭവിച്ച? എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് നന്ദന് കുരുക്കാവും. ചോദിച്ച കേട്ടില്ലേ? അത് പിന്നെ വരുന്ന വഴിക്ക് ഒരു സ്കൂട്ടർ കെട്ടിയതാ, വീണതൊരു കല്ലിന്റെ പുറത്താ, തലയിടിച്ചു. നിങ്ങളാണോ സ്കൂട്ടർ ഓടിച്ചിരുന്നത്? അയ്യോ അല്ല, ഞാൻ ബന്ധുവാ. എന്താ നന്ദ നീ പറയുന്നേ? ദേവികയുടെ അച്ഛനെ ഈശ്വര പറഞ്ഞില്ലേ അമ്മേ, വിധി എന്നെ കൊണ്ട് കൊറന്ന് ചെയ്യിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. ഋഷിയുടെ ഫ്രണ്ട്സ് വന്ന് പിന്നെ പ്രശ്നം ഉണ്ടാക്കി, എന്നെ അവര് പിറകെ നടന്ന് ആക്രമിക്കുക. നിവൃത്തിയില്ലാതെ അവരെ നേരിടുമ്പോ അതിനിടയിലേക്ക് ദേവിയുടെ അച്ഛൻ വന്ന് കയറിയതാ. അച്ഛൻ നിലവിളിച്ച് താഴെ വീണപ്പോഴാ എനിക്ക് പരിസരബോധം വന്നേ. ഗിരിശേട്ടൻ അപ്പോഴേക്കും അവിടെ വന്നു. ഋഷിയുടെ കൂട്ടുകാരും പിന്നെ എന്നെ തല്ലാൻ വന്നു. ഞാൻ ഓടിപ്പോരുമായിരുന്നു. അമ്മേ, ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലെന്ന് തോന്നുക, അല്ലെങ്കിൽ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോണം. ശരി, പിന്നെ ഞങ്ങൾ എന്തിനാണ് ജീവിക്കുന്നേ? ഞങ്ങളും ജീവിതം അവസാനിപ്പിച്ചേക്കാം. ഞാൻ പിന്നെ എന്ത് ചെയ്യണം അമ്മേ? ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല, രാത്രി ഉറക്കമില്ല, പകലൊന്നും ചെയ്യാനും തോന്നുന്നില്ല. മോനെ, ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആൾ വിട്ടു പോകുമ്പോ ഊണും ഉറക്കം ഒക്കെ ഇല്ലാതാവും. അമ്മേ, അമ്മേ, ഇതിപ്പോ എന്തായാലും കേസാവും. ദേവിയുടെ അച്ഛനെ ഞാൻ മനഃപൂർവ്വം അപായപ്പെടുത്തിയെന്നായിരിക്കും ദേവി ശാരിയൊക്കെ കരുതാൻ പോകുന്നത്. അച്ഛനും അങ്ങനെ കരുതൂ. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല നന്ദ. ആദ്യം മാധവന്റെ അവസ്ഥയൊന്നറിയട്ടെ. പരിക്കത്ര സീരിയസ് ആണോ? എനിക്കൊന്നും അറിയാൻ വയ്യമ്മേ. ഗുരുതരമായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഗിരീഷു ആരെങ്കിലും വിളിക്കില്ലേ? നമുക്ക് നോക്കാം. എടാ, നീ പേടിക്കണ്ട, അമ്മ നിന്റെ കൂടെയുണ്ട്. എന്താ നന്ദ? അമ്മേ, ഇതറിയുമ്പോ ദേവി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? വരട്ടെ, നമുക്ക് നോക്കാം. നീ പോയി ആദ്യം ഒന്ന് ഫ്രഷ് ആവോ. ചെല്ല് മോനെ, ചെല്ല്, പോ. നല്ല ലേറ്റ് ആവില്ല. വന്നോണ്ടിരിക്കുക, അരമണിക്കൂറിനുള്ളിൽ എത്തും. ശരി മുരളേട്ടാ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സ്റ്റാഫ് യൂണിയൻ വാർഷികം കൃത്യസമയത്ത് തന്നെ തുടങ്ങുന്നു. അരമണിക്കൂർ എടുക്കല്ലേ, പേടിക്കണ്ട, കൃത്യസമയത്ത് നമ്മളിവിടെ എത്തും. ദേവിക, എന്താ മുരളേട്ടാ? അല്ല,
ചന്ദ്രോത്തുനിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആ അവിടുന്ന് അച്ഛൻ വിളിക്കാറുണ്ടല്ലോ. അച്ഛനല്ലേ ഇപ്പോഴും മീറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. അതല്ല, നന്ദൻ. നന്ദു എന്തിനാ എന്നെ വിളിക്കുന്നേ? മുരളേട്ടൻ എന്താ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ? അല്ല, നിങ്ങളിങ്ങനെ അകന്ന് കഴിയുന്നതിന്റെ വിഷമം കൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ ഒന്നാവണം. ഒന്നാകാനല്ല, ഒറ്റയ്ക്കാകാനാ നന്ദുവിന്റെ ആഗ്രഹം. അല്ല, ഒറ്റയ്ക്കല്ലല്ലോ, കൂട്ടിന് ആളുണ്ടല്ലോ. അതങ്ങനെ തന്നെ പോട്ടെ. ഗിരീഷേട്ടനാണല്ലോ. ഹലോ ഗിരീഷേട്ടാ. എന്താ? എവിടെ വെച്ച്? ഗിരീഷേട്ടൻ കൂടെ ഉണ്ടോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഇപ്പൊ തന്നെ വരാം. മുല്ലേട്ടാ, നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്തു പറ്റി? അച്ഛനും എന്തോ അപകടം പറ്റിയെന്ന്. അപകടോ? എന്താ അപകടം? അത് അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. നമുക്ക് വേഗം പോവാം. ശരി. എല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ നിലവിട്ട് നിൽക്കുക. നന്ദ, ദേവി എന്നെ ഉപേക്ഷിച്ചു പോവോ? അച്ഛനും എന്നെ തള്ളിക്കളയുമായിരിക്കോ? ഋഷി ഒരു പേടി സ്വപ്നം പോലെ എന്റെ കൂടെയുണ്ട്. ഇപ്പതാ ഇങ്ങനെ. സത്യബല്ല, ബെല്ലയ്ക്കറിയാലോ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇതൊന്നും ചെയ്യില്ലെന്ന്. എന്റെ നന്ദ, നന്ദൻ എന്തിനാ എന്നോടിങ്ങനെ സത്യം ചെയ്ത് പറയുന്നേ? നന്ദന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയതുപോലെ ദേവിക പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. നന്ദന് സ്നേഹിക്കാനേ അറിയൂ. സ്നേഹം അനുഭവിച്ച ചിലര് കാര്യം കഴിയുമ്പോ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി സ്ഥലം വിടും. ഞാൻ ഇസബല്ലയാ, നന്ദന്റെ ബെല്ല. നന്ദന് വേണ്ടി ജീവിക്കുന്ന ബെല്ല. എനിക്കറിയാമൊക്കെ. ഞാൻ ആശുപത്രിയിലേക്കൊന്ന് പോയാലെന്ന് ആലോചിക്കാം. ആശുപത്രി പോയാ ദേവികയെ കാണേണ്ടി വരും. അവര് തമ്മിൽ കോംപ്രമൈസ് ആവും. അതിനുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ബെല്ല, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. എന്ത് വിട്ടിത്വ നന്ദ ഈ പറയുന്നേ? നന്ദ, നന്ദനെതിരെ നീങ്ങാൻ എന്ത് വഴിയുണ്ടെന്ന് ആലോചിച്ച് നടക്കുക ദേവിക. ആ സാഹചര്യത്തില് അങ്ങോട്ട് ചെന്ന് തലവെച്ച് കൊടുക്കണോ? ബെല്ല, ഋഷിയുടെ മരണം മറച്ചു വെച്ചതാ ഇത്രയും കുഴപ്പങ്ങൾ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അങ്ങ് തുറന്നു പറയുന്നതല്ലേ നല്ലത്. ബെസ്റ്റ്. നന്ദ, നന്ദനോട് സ്നേഹമുള്ളതുകൊണ്ട് ഒരു കാര്യം തുറന്നു പറയാം. അവള് കൂടെ നിൽക്കുവോ? ഉദാഹരണമായിട്ട് എനിക്ക് നന്ദനെ അറിയാം, പക്ഷെ അവളോ? നന്ദ വേണ്ട, ഞാൻ പറയുന്നതനുസരിക്ക്. നന്ദൻ സമാധാനമായിട്ട് വീട്ടിലിരിക്കെ. നന്ദൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അങ്ങനെ ചിന്തിക്ക്. നന്ദ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. പിന്നെ നീ ആശുപത്രിയിൽ പോവുകയും വേണ്ട. ഞാൻ പറയുന്നതനുസരിക്ക് പ്ലീസ്. ശരി. ആ അങ്ങനെ നല്ല കുട്ടിയാവ്. നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം. പക്ഷേ ഇന്ന് എനിക്ക് ഫ്രീ ആവാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ കേസാ.
ആ മതി മതി. ആ പിന്നെ മാഷേ, നമ്മളെ ബ്ലഡ് ഡൊണേഴ്സിൻ്റെ ലിസ്റ്റിൽ നിന്ന് A+ ഗ്രൂപ്പുകാരുടെ അവൈലബിലിറ്റി ഒന്ന് നോക്കണേ, ഒന്ന് അറേഞ്ച് ചെയ്യണം. ആ ശരി. ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ, എന്താ അപകടം സംഭവിച്ചേ? അച്ഛൻ എന്താ പറ്റിയേ? എവിടെയുള്ളേ? എനിക്കൊന്ന് കാണണം. സമാധാനിക്ക് ദേവിക, ഇങ്ങനെ വെപ്രാളപ്പെടാതെ. കാഷ്വാലിറ്റിയിൽ തന്നെ ഉള്ളത്, ചിലപ്പോൾ ICUയിലേക്ക് മാറ്റും. ഈശ്വര, അത്രയ്ക്ക് എന്താ ഗിരീഷേട്ടാ, എങ്ങനെ അപകടം ഉണ്ടായത്? മുരളി, മാധവട്ടം വഴിയിലൊന്ന് വീണതാ. തലയിൽ ചെറിയൊരു മുറിവുണ്ട്, അയ്യോ. പക്ഷേ പേടിക്കാനൊന്നുമില്ല. ഗിരീഷേട്ടൻ കൂടെ ഉണ്ടായിരുന്നോ? ആ, ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സ്കൂട്ടർ ഒന്ന് തട്ടിയതാ. ഈശ്വര, സ്കൂട്ടർ തട്ടിയതാണോ? ആ, വലിയ സ്പീഡിലൊന്നും അല്ല, ചെറിയൊരു തട്ട്, അത്രേ ഉള്ളൂ. ബാലൻസ് കിട്ടാതെ വീണപ്പോൾ ചെറിയൊരു മുറിവ്, അത്രേ ഉള്ളൂ. എനിക്ക് ഡോക്ടർ ഒന്ന് കാണണം, ചികിത്സയെ കുറിച്ചൊക്കെ ഒന്ന് അറിയണം. പ്ലീസ് ഗിരീഷേട്ടാ. ദേവിക, നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. MLA അച്ഛനാന്നുള്ളതൊക്കെ ഡോക്ടർക്ക് അറിയാം, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ശ്രദ്ധയൊക്കെ ഇവിടെ കിട്ടുകയും ചെയ്യും. അങ്ങനെ പ്രത്യേക ശ്രദ്ധ കിട്ടാൻ വേണ്ടിയൊന്നും അല്ല ഗിരീഷേട്ടാ, കുഴപ്പമെന്തെങ്കിലും ഉണ്ടോന്ന് അറിയണം. പറഞ്ഞില്ലേ ദേവിക, പേടിക്കാനൊന്നുമില്ല, ഡോക്ടർ തന്നെ പറഞ്ഞതാ. ബ്ലഡിന്റെ കാര്യം ഏർപ്പാടാക്കിയോ? ആ ആ ഇപ്പം അറേഞ്ച് ചെയ്യാം. A+ ആണേ. ഒന്ന് പെട്ടെന്നാക്കിക്കോ. സിസ്റ്ററെ, എന്റെ ഗ്രൂപ്പ് A+. ഞാൻ റെഡിയാ. അങ്ങനെയാണെങ്കിൽ ഇയാള് ബ്ലഡ് ബാങ്കിലേക്ക് ചെന്നോ. രണ്ടുപേരും കൂടെ വേണേ ഉച്ചയ്ക്ക് മുമ്പ്. ശരി ഞാൻ പറഞ്ഞേക്കാം. ശരി സിസ്റ്റർ. എന്നാ ഞാനും കൂടി ചെല്ലട്ടെ. ഗിരീഷേട്ടാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല ദേവിക, സമാധാനായിട്ടിരിക്കേ. ആ മാഷേ, നോക്കിയോ? നിങ്ങൾ പേടിക്കണ്ട, അത് ഞാൻ പ്രസിഡന്റിനോട് പറയാം. കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണസമിതി എന്തായാലും നമുക്ക് പിടിക്കണം. സിദ്ധാർത്ഥൻ, ആ എന്നാ നിങ്ങൾ ചെല്ലേ, ഞാൻ വിളിക്കാം. ശരി ശരി. ഓക്കേ. 10 മണിക്ക് തന്നെ മീറ്റിംഗ് തുടങ്ങും. താൻ ലെൻസ് വെച്ച് ഓരോരുത്തരുടെയും കുറ്റവും കുറവും കണ്ടുപിടിക്കരുതേ. അറിയാലോ, മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ കുറെ പേര് ഒരുങ്ങി വന്നിട്ടുണ്ട്. താൻ ബഹളം ഉണ്ടാക്കിയാൽ അവർക്കത് ധൈര്യവും ആവേശവും ആവും. മിനിസ്റ്ററെ, നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. പാർട്ടിക്ക് ക്ഷീണം വരുന്ന ഒരു കാര്യവും ഈ സിദ്ധാർത്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇനി മറ്റൊരാളങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ വന്നാ ഞാൻ ഇടപെടുകയും ചെയ്യും. അത് മതി, ഇപ്പോഴാ സമാധാനമായത്. പക്ഷെ ഒരു കാര്യം, പാർട്ടിയുടെ തെറ്റായ ചില നയങ്ങളിൽ ഞാൻ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് എനിക്ക് കൃത്യമായ മറുപടി കിട്ടണം. ചോദ്യം ചോദിക്കാൻ സിദ്ധാർത്ഥനുള്ള അവകാശം ഇവിടെ മറ്റാർക്കുമില്ല. തീർച്ചയായും തന്റെ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കും. പോരെ? തെറ്റിദ്ധാരണയൊന്നുമില്ല, ശരിയായ ധാരണ തന്നെ. ഓ ശരി ശരി ശരി. ജില്ലാ കളക്ടർ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം വിളിക്കാനായിരിക്കും. പ്രസിഡന്റിന്റെ പുതിയ തീരുമാനം മിനക്കേടാണ്. ഒരു മെസ്സേജ് വന്നാൽ പോലും അറിയാൻ പറ്റില്ല. അല്ല, കമ്മിറ്റി രഹസ്യങ്ങൾ ആരോ കൃത്യമായി ചോർത്തുന്നത് കൊണ്ടാണല്ലോ കമ്മിറ്റിയിൽ മൊബൈലുകൾ നിരോധിച്ചത്. ഞാനിതാ ഫോൺ ഓഫ് ചെയ്യാം. വാ കേറാം. ആ ദാ കളക്ടർ വിളിക്കുന്നു. സിദ്ധാർത്ഥൻ കയറ്, ഞാൻ വരാം. ശരി. ഹലോ കളക്ടർ, എന്താ വിളിക്കാൻ വൈകിയേ? ഒന്നും പറയാറായിട്ടില്ല. ഞാൻ അച്ഛനെ കണ്ടില്ല. അതെ, സിറ്റി ഹോസ്പിറ്റലിലാ. ആ, ICUയിലേക്ക് കൊണ്ടുപോയി. മോളെ,
ശരി, ഞാൻ വിളിക്കാം. അമ്മ, മാധവേട്ടൻ എന്തു പറ്റി? എവിടെ? എനിക്കിപ്പൊ കാണണം. എന്താ മാധവേട്ടൻ? അമ്മേ, ബഹളം ഉണ്ടാക്കല്ലേ. ഞാനൊന്ന് പറയട്ടെ. ആദ്യം മാധവേട്ടൻ ഒന്ന് കാണട്ടെ, ബാക്കിയൊക്കെ പിന്നെ. അമ്മേ, എവിടെ? അവിടെയാണോ? എനിക്കിപ്പൊ കാണണം. അമ്മേ. എന്താ ഇത്? ഇപ്പൊ അകത്തേക്ക് വിടില്ല. അതെ, ഒച്ചപ്പാടുണ്ടാക്കി ഇവിടെ പോലും നിൽക്കാൻ സമ്മതിക്കില്ല. കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല, സമാധാനപ്പെട. ചേച്ചി അച്ഛനെ കണ്ടോ? അച്ഛൻ എന്താ പറ്റിയേ? ശരിക, ചെറിയൊരു അപകടം പറ്റിയതാ. അയ്യോ, ഞാൻ വഴി വെച്ച് മാധവേട്ടനെ കണ്ടതാ. ഞങ്ങളൊന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഒരു 2 വീലർ വന്ന് തട്ടി. അയ്യോ. മാധവേട്ടൻ ബാലൻസ് തെറ്റി വീണു. ഈശ്വര, എന്തൊരു പരീക്ഷണായത്. അമ്മേ, അമ്മേ, ഇങ്ങനെ ബഹളം വെക്കല്ലേ. ഏത് സ്കൂട്ടറാ തട്ടിയേ? ആരാ ഓടിച്ചിരുന്നേ? ഓടിച്ച ആളിനെ കിട്ടിയോ? ഇല്ല, അയാൾ നിർത്തിയില്ല. പോലീസിൽ അറിയിക്കാം. വരട്ടെ. ഇപ്പൊ നമുക്ക് മാധവേട്ടന്റെ കാര്യം ശ്രദ്ധിക്കാം. ആ വണ്ടിയുടെ നമ്പർ എത്രയാ? ശരി, നീ ഒന്ന് ക്ഷമിക്ക്. നമുക്ക് അയാളെ കണ്ടുപിടിക്കാം. നമ്മുടെ കുടുംബത്തിന് എന്തോ ഒരു ശാപം വന്ന് വീണിട്ടുണ്ട്. ഇപ്പൊ നിന്റെ കാര്യം തന്നെ എടുക്ക. നന്ദന് നീ എത്ര സന്തോഷത്തോടെ ജീവിച്ചിരുന്നതാ. പെട്ടെന്നൊരകൽച്ച വന്നില്ലേ? ദൈവശാപ. അത് ദൈവശാപമൊന്നും അല്ല, ആ ശാപം വേറെയാ. ഇസബെല്ല ശാപം. ആ ശാപം ഞാൻ തീർക്കുന്നുണ്ട്. ശരി, ശരി, ഒന്ന് നിർത്ത്. ഇവിടെ നിന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. ആദ്യം അച്ഛനൊന്ന് നേരെയാവട്ടെ. ഗിരീഷേട്ടാ, എന്തായാലും അച്ഛൻ അപകടം ഉണ്ടാക്കിയ ആളുടെ വിവരങ്ങളൊക്കെ എടുക്കണം. ദേവികെ, അതൊക്കെ എനിക്ക് വിട്ടു തന്നേക്ക്. ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. മോളെ നന്ദന് വിവരം അറിയിച്ചോ? ഒന്ന് വിളിച്ചെങ്കിലും പറയണ്ടേ? എന്തിനാ? നന്ദേട്ടന്റെ ആരാ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നേ? വേണ്ട, അച്ഛനെ കാണാൻ ആരും വരണ്ട. ശരിക, ഒന്ന് വെറുതെ നിൽക്ക്. എന്റെ ഈശ്വര. ചേച്ചി, ഒന്ന് സമാധാനായിട്ടിരിക്കേ. എങ്ങനെ സമാധാനിക്കാനാ ഗിരീഷ്? അമ്മയെ സമാധാനിപ്പിക്കേ. അങ്ങോട്ട് പിടിച്ചിരുത്ത്. ചെല്ല. അമ്മേ, വാ. ഇരിക്കമ്മേ, ഇരിക്കമ്മേ. തകർത്തു, പൊളിച്ചു, കലക്കി. കെവിനെ, ഈ ആഴ്ച മുഴുവൻ എന്റെ വകയാ ട്രീറ്റ്. ദേവികയുടെ അച്ഛന്റെ തലമണ്ടയാ നന്ദൻ തല്ലി പൊളിച്ചത്. ആഹാ,
മനസ്സിലെ കുളിര് കോരുക. നന്ദ ഋഷിയുടെ കൂട്ടുകാരനെ തല്ലിയപ്പോ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ. അബദ്ധത്തിലാണെങ്കിലും അറിഞ്ഞുകൊണ്ട് തല്ലിയതാണെന്ന് വരുത്തി തീർക്കണം. എന്തായാലും ദേവിക ആ രീതിയിലേ എടുക്കൂ. അവളോടുള്ള ദേഷ്യത്തില് അവളുടെ തന്തയെ കൊല്ലാൻ നോക്കിയെന്ന് തന്നെയായിരിക്കും അവള് കണക്കൂട്ടി വെച്ചിരിക്കുന്നത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ അവള് ഡിവോഴ്സ് നോട്ടീസ് അയക്കും അല്ലേ? എന്താടാ കെവിന്, ആ കിളവൻ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത് മുതല് നിന്റെ മുഖത്തൊരു വാട്ടം. നിന്റെ ആരും അല്ലല്ലോ അത്. ഏയ് അച്ഛനാശുപത്രിയിലായ എനിക്കെന്താ? അച്ഛനോ? അയാൾ എങ്ങനെയാടാ നിന്റെ അച്ഛനാവുന്നേ? ഞാനേ അറിയാതങ്ങ് പറഞ്ഞതാ. ദേവികയുടെ അച്ഛനാണല്ലോ. ദേവികയുടെ അച്ഛൻ? അറിയാതെ പോലും അങ്ങനെ നീ പറയണ്ട. അവളുമായിട്ട് ബന്ധമുള്ള ആരെയും അങ്കിളെന്നോ ആന്റി എന്നോ പോലും വിളിക്കണ്ട.